ഒരുപാട് വർഷങ്ങളായി നമ്മുടെ സിനിമയിൽ ടൈറ്റിൽ കാണുന്ന ഒരു പേരാണ് ബ്രൂസ്ലി രാജേഷ്. സ്റ്റണ്ട് മാസ്റ്ററാണ്, നടനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ചേട്ടാ വെൽക്കം. അപ്പോ എനിക്ക് തോന്നുന്നു കുറെ നാളുകളായി അല്ലെ സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട്. ശരിക്ക് ബ്രൂസ്ലി രാജേഷ് അങ്ങനെയല്ലേ വിളിക്കുന്നത്? അതെ, സ്ക്രീൻ ടൈറ്റിൽ ബ്രൂസ്ലി രാജേഷ്. അപ്പോ എങ്ങനെയാണ് ആ ഒരു പേര് സിനിമയിൽ വന്ന ശേഷമാണോ അതോ എനിക്ക് തോന്നുന്നു മുമ്പ് കരാട്ടെ ചാമ്പ്യനൊക്കെ ആയിരുന്നു? അപ്പോ പണ്ട് വന്നൊരു പേരാണോ അതോ സിനിമയിൽ വന്ന ശേഷം കിട്ടിയ പേരാണോ? അല്ല, പണ്ടേ ഉള്ള പേര് തന്നെ. ഞാൻ 95 വരെ നാഷണൽ കരാട്ടെ ചാമ്പ്യൻ ആയിരുന്നു. ആ ടൈമിൽ തന്നെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെ വിളിച്ചിരുന്നു. എനിക്കൊരു പലർക്കും അറിയില്ല, ശരിക്ക് തൃശ്ശൂർക്കാരനാണ് അല്ലെ, മലയാളിയാണ്. പക്ഷെ പലർക്കും പല കൺഫ്യൂഷൻസ് ഉണ്ട്, പുറത്തുള്ളതാണോ തമിഴ്നാട്ടിൽ നിന്നാണോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ബേസിക്കലി എങ്ങനെയാണ് ഒരു തുടക്കം എങ്ങനെയാണ്? ഞാൻ 95 നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. അതിനുശേഷം അവിടെ വെച്ച് പരിചയപ്പെട്ട ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ഉണ്ടാവും, ജോണി എന്നിട്ട് പുള്ളി മുഖേന പിന്നെ മാസ്റ്റർ അസിസ്റ്റന്റായി വർക്ക് ചെയ്യും. ഒരു 7 ഇയേഴ്സോളം ആളുടെ കൂടെ വർക്ക് ചെയ്യും. മറാഠി ഹിന്ദി പടങ്ങളൊക്കെ ആയിരുന്നു. ബോംബെയിലായിരുന്നു, അന്തേരി വെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് 2008 ചെയ്തു. ഫസ്റ്റ് മലയാളം പടം 2008 റിലീസ് ആയിട്ടുള്ള മായക്കാഴ്ചയാണ്. അതിൽ പക്ഷെ സ്ക്രീൻ ടൈറ്റിൽ രാജേഷിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വീട്ടുകാർക്കൊന്നും നാട്ടുകാർക്കൊന്നും തിരിച്ചറിയാത്തതുകൊണ്ട് പിന്നീട് ഈ ബ്രൂസ്ലി രാജേഷ് തന്നെ ഫോളോ ചെയ്യേണ്ടത്. ആ പേര് തന്നെയാണ് ഫോളോ ചെയ്തു പോയത്. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ശരിക്കും ഈ മാർഷൽ ആർട്സ് തന്നെ താല്പര്യം എങ്ങനെയായിരുന്നു? അത് ഞാൻ ചോദിച്ചാൽ അതിൽ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണത്? ഏതൊരു പ്രായം മുതലാണ് അതിലോട്ട്? ഞാൻ 6th പഠിക്കുമ്പോൾ മുതൽ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂര് തന്നെ? തൃശ്ശൂര് തന്നെ. എവിടെയായിരുന്നു അതൊക്കെ? റൌഫ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നില്ല. റൌഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ചെന്നൈ സ്വദേശിയാണ്. പുള്ളിയുടെ കീഴില് തിരുവില്ലാമലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തിരുവില്ലാമല ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ബ്ലാക്ക് ബെൽറ്റ് വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിങ്സൺ കുങ്ഫു ചെയ്തിട്ടുണ്ട്. ഷോട്ടോഗൻ കരാത്തെ, കുങ്ഫു അങ്ങനെ ചാമ്പ്യനായി. അതെ, 95 നാഷണൽ ചാമ്പ്യനാണ്. അപ്പൊ ആ ചാമ്പ്യനായ ശേഷമാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറാത്തിയിലും പിന്നെ ഹിന്ദി സിനിമകളിലൊക്കെ അല്ലെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ ആ ഒരു തീരുമാനം ഞാൻ പറഞ്ഞപ്പോ തിരിച്ച് ഈ പറഞ്ഞ പോലെ മലയാളത്തിലൊന്നും ട്രൈ ചെയ്യാതെ അവൾ അവസരം കിട്ടിയത് ആ ഒരു ഭാഷയിലായതുകൊണ്ടാണോ അങ്ങോട്ടേക്ക് പോയത്? അപ്പൊ അതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ മനസ്സിൽ, ഇങ്ങനെ ഈ ഒരു സിനിമാ മേഖലയിലോട്ട് പോകണമെന്ന് എന്തെങ്കിലും? സിനിമ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, അത് അങ്ങനെ സംഭവിച്ചതാണ്. അപ്പൊ ശരിക്കും വേറെ എന്തായിരുന്നു? എനിക്ക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം എനിക്ക് റെയിൽവേ പോലീസിൽ കിട്ടിയതായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. പൊതുവെ നമ്മൾ ആ ഒരു മേഖലയിൽ പോകുമ്പോൾ പിന്നെ വേറെ ഒരു ഗവൺമെന്റ് ജോലി അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇതായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നു? റെയിൽവേ പോലീസിലും സ്പോർട്സ് കോട്ടയായിരുന്നു നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ജനറൽ ഡ്യൂട്ടിയാണ് കിട്ടിയത്. ഈ ജനറൽ ഡ്യൂട്ടി ആണെന്നുള്ള തന്നെ 6 മന്ത് ട്രെയിനിങ്, അതിന് 3 മന്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അതുവരെ റിക്രൂട്ട്മെന്റ് ടൈമിലെല്ലാം ഓഫീസർ പറഞ്ഞിരുന്നത് ഈ ഫിസിക്കലിലും ഒക്കെ ഫസ്റ്റ് ആയതുകൊണ്ട് റെയിൽവേ പോലീസ് എന്നുള്ള ഉപരി നമുക്ക് സ്പോർട്സ് കോട്ടയിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ലക്ഷ്യം അതായിരുന്നു ഉണ്ടാവും. പക്ഷെ പിന്നെ അത് എനിക്ക് ജനറൽ ഡ്യൂട്ടിയാന്ന് പറഞ്ഞപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വരേണ്ടത്. തിരിച്ചു വന്നപ്പോൾ നാട്ടുകാരൊക്കെ ഇനി എത്ര ദിവസം ലീവ് ഉണ്ട്, എപ്പോഴാണ് പോകുന്നത്, അങ്ങനെ ചോദ്യങ്ങളൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് മാറാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പണ്ട് ചാമ്പ്യൻഷിപ്പിന് കാണാൻ വന്നിരുന്ന ജോണി എന്നുള്ള സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുഖേന അങ്ങനെ പിന്നെ ടിനു ആനന്ദിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഒരു 7 ഇയേഴ്സുള്ള ആളുടെ കൂടെ അസിസ്റ്റന്റ് ആയതിനു ശേഷം ഇൻഡിപെൻഡൻസ് ചെയ്യാൻ ചെയ്തു. അപ്പോൾ ഹിന്ദി സിനിമകൾ? ഹിന്ദി, മറാഠി, കൂടുതൽ മറാഠി, പിന്നെ ഹിന്ദി. മിഥുൻ ചക്രവർത്തിയുടെ ഒക്കെ പടങ്ങൾ. ഏകദേശം എത്ര സിനിമകൾ ആ ഒരു 7 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു അസിസ്റ്റന്റ് 70-ഓളം സിനിമകൾ. 70-ഓളം.